നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാനിടയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുവാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കാസർഗോഡ് കനത്ത മഴയിൽ റോഡിൽ വിള്ളൽ. പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിലാണ് സംഭവം. 30 മീറ്റർ നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിലൂടെ വീണ്ടും വൻ ലഹരിവേട്ട. 45 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. കസബ SD റോഡ് പള്ളം ബൈത്തുൽ നൂർ വീട്ടിൽ അബ്ദുൽ നാസിറാണ് അറസ്റ്റിലായത്. ഇന്ധനവില വർധനവിനെതിരെ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിച്ചു. വൈവിധ്യ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായി ചക്ക ഫെസ്റ്റ് ശ്രദ്ധേയമായി. മടിക്കൈ രാസവള വില വർധനം പിൻവലിച്ച് രാസവള ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നാവശ്യം. കർഷക സംഘം നീലേശ്വരം ഏരിയ സമ്മേളനം നടന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 14 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ്, ഇന്റർലോക്ക്, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയെന്ന് ആക്ഷേപം. നിർമ്മാണം പൂർത്തിയായി 6 മാസം പിന്നിടുമ്പോഴേക്കും റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് സ്പോർട്സിനെ ലഹരിയാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ കേരള സ്പോർട്സ് ഗൂഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും കേരള പത്രപ്രവർത്തക യൂണിയനും സഹകരിച്ചുള്ള ലോകകപ്പ് വിളംബര ജാഥ പ്രയാണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാനിടയാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളം കെട്ട് രൂപപ്പെട്ടത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാവുവാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ്. തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടായിരുന്നു. കൂടാതെ സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ജൂൺ 12 വരെ വിവിധ ദിവസങ്ങളിൽ മഞ്ഞ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മേഖലയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ കൊങ്കൺ തീരത്തിന് സമീപം മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതും മഴ ശക്തമാകുവാൻ കാരണമാകുന്നു. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കനത്ത മഴയിൽ റോഡിൽ വിള്ളൽ. പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിലാണ് സംഭവം. 30 മീറ്റർ നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിലൂടെ വീണ്ടും വൻ ലഹരിവേട്ട. 45 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. കസബ SD റോഡ് പള്ളം ബൈത്തുൽ നൂർ വീട്ടിൽ അബ്ദുൽ നാസിറാണ് അറസ്റ്റിലായത്. പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ അളവ് കൂടുതലായതിനാൽ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിലാണ് ഈ കേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന തീവ്ര ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. കസബ വില്ലേജിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ സൂക്ഷിച്ച 45 ഗ്രാം മാരക ലഹരിമരുന്നായ MDMA-യുമായി കസബ സ്വദേശി പോലീസിന്റെ പിടിയിലായി. കസബ SD റോഡ് പള്ളം ബൈത്തുൽ നൂർ വീട്ടിൽ അബ്ദുൽ നാസിറാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി IPS ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നിർണായക നീക്കം.
പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ അളവ് വളരെ കൂടുതലായതിനാൽ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിലാണ് ഈ കേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിക്കെതിരെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ NTPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർമാരായ മൗഷമി, പ്രകാശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നീരജ്, സനൂപ്, നിജിൻ, അനീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ലഹരി മാഫിയയുടെ വേരെറുക്കുവാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ജില്ലയിൽ പോലീസ് വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 51 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും 55 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധനകൾ കൂടുതൽ ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. പിടിയിലായ അബ്ദുൽ നാസറിന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നും ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് കാസർഗോഡ് എത്തിച്ചതിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ടെന്നും കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ധന വില വർധനവിനെതിരെ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിച്ചു. ഇന്ധന വില വർധനവിനെതിരെ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്ത് നിന്നും പ്രകടനം ആരംഭിച്ചു. സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. അതിനെതിരായി ഉറച്ച നിലപാടുമായി കേന്ദ്രത്തിലെ ഈ സർക്കാരിന്റെ നയത്തിനെതിരായി CITU പൊതുവായിട്ട് രംഗത്ത് വരും. ഇന്ന് കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെ തൊഴിലാളികളെ വലിയ എണ്ണമൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നാമമാത്രം ഓരോ യൂണിയനിൽ നിന്നും ഇത്ര വീതം തൊഴിലാളികൾ വരണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും വരണമെന്ന്. ഈ രാജ്യത്തെ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും. എല്ലാ കാലത്തും ഇങ്ങനെ ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്ന് വിശ്വസിക്കേണ്ടതില്ല. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നു തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. 2019 തെരഞ്ഞെടുപ്പിനേക്കാളും 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റ് കുറഞ്ഞു. ഈ ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. P. കാര്യമ്പു അധ്യക്ഷത വഹിച്ചു. M. രാഘവൻ, P. കൃഷ്ണൻ, K. ചന്ദ്രൻ, P. ദാമോദരൻ, KT. കുഞ്ഞു മുഹമ്മദ്, A. പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈവിധ്യ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായി ചക്ക ഫെസ്റ്റും പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ച് അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS. പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ചക്ക ഫെസ്റ്റിന്റെയും പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ചക്കയിൽ നിന്നും വിവിധ ശ്രേണികളിലുള്ള വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും തയ്യാറാക്കി അജാനൂർ കുടുംബശ്രീ മോഡൽ CDSന്റെ ചക്ക ഫെസ്റ്റും പ്രദർശന വിപണന മേളയും ശ്രദ്ധേയമായി. പച്ചയും പഴുത്തതുമായ ചക്കയ്ക്ക് പുറമെ ചക്ക കൊണ്ടുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ചക്ക ചമണി കൊണ്ടുള്ള വിഭവവും ഫെസ്റ്റിൽ ഇടം പിടിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിൽ നിന്നുമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ ചക്ക ഫെസ്റ്റിൽ പങ്കാളികളായി. ചക്ക കേക്ക്, ചക്ക ഷേക്ക്, ചക്ക ബിരിയാണി, വിവിധ തരത്തിലുള്ള ചക്ക പായസം, ചക്ക പപ്പടം, ചക്ക ചമ്മന്തി, ചക്ക വട, ചക്ക ഉണ്ണിയപ്പം എന്നിങ്ങനെ പോകുന്നു വിഭവങ്ങളുടെ നിര. ചക്ക മാത്രമല്ല, ചക്കക്കുരു വിഭവങ്ങളും ചക്ക ഫെസ്റ്റിന്റെ പ്രത്യേകതയായിരുന്നു. ചക്കക്കുരു ഉണ്ട, ലഡു, വട, പായസം തുടങ്ങിയവയും ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കി ഫെസ്റ്റിൽ ഇടം പിടിച്ചു. നമ്മൾ പാഴാക്കി കളയുന്ന ചക്കച്ചമണി കൊണ്ടുണ്ടാക്കിയ വിഭവം ഫെസ്റ്റിവലിൽ പ്രത്യേക ശ്രദ്ധ നേടി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ചക്ക ഫെസ്റ്റ് ചക്ക കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു.
പല പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചക്ക ഇങ്ങനെ വന്ന് വീണ് നശിച്ചു പോകുന്നതാണ്. പക്ഷേ നിങ്ങളുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വെക്കുന്നതോടുകൂടി ചക്കയുടെ മഹാത്മ്യം ഏറെ നാടുകളിലേക്ക് പുകഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ചക്ക ഫെസ്റ്റ് നടത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമായിരിക്കില്ല ഇപ്രാവശ്യം ചക്ക ഫെസ്റ്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തേനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യത്തോടു കൂടിയിട്ടാണ് പലതരത്തിലുള്ള വിഭവങ്ങളുമായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. നമ്മൾ കേട്ടുകേൾവി പോലുമില്ല, ചക്ക കൊണ്ട് ഇങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് ഇതൊക്കെ കാണുന്നത്. അപ്പം ചക്ക വെറുതെ നശിപ്പിച്ച് കളയേണ്ട ഒന്നല്ല, നമുക്ക് അതിലൂടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുകയും കുടുംബശ്രീയുടെ ഒരു ഉൽപ്പന്നമായി ഇതിനെ മാറ്റുകയും ചെയ്യണം. അതിനുവേണ്ടി എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഇതിനോടൊപ്പം ചേർന്ന് നമുക്കൊരു ചക്ക ഫെസ്റ്റിനപ്പുറത്തേക്ക് ചക്ക കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി വിപണിയിലെത്തിച്ച് കുടുംബശ്രീ സംരംഭമായി ഉയർത്തിക്കൊണ്ടുവന്ന് കുടുംബശ്രീ അംഗങ്ങളെ ശാക്തീകരിക്കാൻ, സാമ്പത്തികമായി ശാക്തീകരിക്കാൻ വേണ്ടി ഈ ചക്ക കൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി പറ്റണം. സീരീസ് ചെയർപേഴ്സൺ കെ അശ്വിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കുഞ്ഞാമിന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ, മുൻ സീരീസ് ചെയർപേഴ്സൺ എം വി രത്നകുമാരി എന്നിവർ സംസാരിച്ചു. സീരീസ് വൈസ് ചെയർപേഴ്സൺ കെ സുമതി സ്വാഗതവും റിസോഴ്സ് ചെയർപേഴ്സൺ ബ്രീജ പടിക്കാനം നന്ദിയും പറഞ്ഞു. ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുടെ മത്സരത്തിൽ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ രമ്യമോൾ, എ രജനി, കെ നിമിഷ, അജാനൂർ പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സി എച്ച് ഇക്ബാൽ എന്നിവർ വിധികർത്താക്കളായി ജേതാക്കളെ പ്രഖ്യാപിച്ചു. 38ഓളം വിഭവങ്ങളുമായി മത്സരത്തിൽ മാറ്റുരച്ച 15ാം വാർഡ് കുടുംബശ്രീ 1ാം സ്ഥാനവും 5ാം വാർഡ് 2ാം സ്ഥാനവും 3ാം വാർഡ് 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേവലം വർഷത്തിലൊരിക്കൽ നടത്തുന്ന മത്സരങ്ങൾക്ക് പുറമെ ചക്ക കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണികളിൽ ലഭ്യമാക്കാൻ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ തയ്യാറാകണമെന്ന് പരിപാടിയിൽ അഭിപ്രായമുയർന്നു. ചക്ക ഫെസ്റ്റിൽ പങ്കാളികളാകുന്നതിനും വിഭവങ്ങൾ രുചിച്ചു നോക്കുന്നതിനും വാങ്ങുന്നതിനുമായി പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും മറ്റുള്ളവരും അജാനൂർ സീരീസ് കുടുംബശ്രീ ഹാളിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ രാസവള വില വർധനം പിൻവലിച്ച് രാസവള ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നാവശ്യം കർഷക സംഘം നീലേശ്വരം ഏരിയ സമ്മേളനം നടന്നു. മടിക്കൈ രാസവള വില വർധന പിൻവലിച്ച് രാസവള ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് കർഷക സംഘം നീലേശ്വരം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മടിക്കൈ അമ്പലത്തുകര സഹകരണ ബാങ്ക് ഹാളിൽ പി പത്മനാഭൻ മാസ്റ്റർ നഗറിൽ ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ അതിപ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ സമ്മേളനം പിന്നീട് ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന യൂണിറ്റ് വില്ലേജ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മറ്റ് സമ്മേളനങ്ങൾ മാറ്റിവെക്കാനാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടന തീരുമാനിച്ചത്. നമ്മുടെ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനത്തിനെ തുടർന്ന് വീണ്ടും നമ്മൾ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ബി ബാലൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ സംഘടനാ റിപ്പോർട്ടും കെ നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സി പ്രഭാകരൻ, പി പി മുഹമ്മദ് റാഫി, എം രാജൻ, ടി പി ശാന്ത, യു ഉണ്ണികൃഷ്ണൻ, കെ ലക്ഷ്മണൻ, എ വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി കെ നാരായണനെയും വൈസ് പ്രസിഡന്റുമാരായി ബി ബാലൻ, രാജ്മോഹൻ ബിരിക്കുളം എന്നിവരെയും സെക്രട്ടറിയായി കെ ലക്ഷ്മണനെയും ജോയിന്റ് സെക്രട്ടറിമാരായി വി ടി രത്നാകരൻ, പ്രഭാകരൻ പാലായി എന്നിവരെയും ട്രഷററായി എ വി സുരേന്ദ്രനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണ
സ്വർണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കൺമേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 14 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ്, ഇന്റർലോക്ക്, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയെന്ന് ആക്ഷേപം. നിർമ്മാണം പൂർത്തിയായി 6 മാസം പിന്നിടുമ്പോഴേക്കും റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മഞ്ചേശ്വരം ഓൾഡ് MCC റോഡിലാണ് കടുത്ത അനാസ്ഥ വെളിവാക്കുന്ന ഈ കാഴ്ച. കഴിഞ്ഞ മൺസൂൺ മഴയിൽ തന്നെ റോഡിന്റെ ശോച്യാവസ്ഥ പുറത്തു വന്നിരുന്നു. റോഡിലെ കോൺക്രീറ്റ് പാളികൾ തകർന്ന് ജെല്ലികൾ പുറത്തു കാണുന്ന അവസ്ഥയാണുള്ളത്. ഓടയുടെ വശങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതോടെ റോഡ് ഏത് നിമിഷവും ഇടിഞ്ഞു താഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. നിർമ്മാണത്തിലെ അപാകത കണ്ടിട്ടും അധികൃതർ മൗനം പാലിക്കുന്നത് സംശയാസ്പദമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോടിക്കണക്കിന് രൂപ സർക്കാർ അനുവദിക്കുമ്പോൾ കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് തുക വകമാറ്റുന്നുവെന്നും ഇതിന്റെ ഫലമാണ് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കാരുടെ ജീവൻ പണയം വെച്ചാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. റോഡിന്റെ ശോച്യാവസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. അടിയന്തരമായി ഉത്തരവാദികളായവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും നിർമ്മാണം നടത്തിയ കരാറുകാരനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. 6 മാസം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടിലാണ് ഇത് ചെയ്തത്. ഒരു മഴ വന്നിട്ടേ ഉള്ളൂ. ഇത് എല്ലാം തകർന്നു പോയിട്ടുണ്ട്. റോഡ് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഇൻ്റർലോക്കിൻ്റെ സൈഡെല്ലാം പോയിട്ടുണ്ട്. ഇന്നലെ വന്ന മഴക്കാണ് ഈ സംഭവം നടന്നത്. ഇനി കുറേ മഴ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു 10 രൂപ കിട്ടുമ്പോൾ 8 രൂപയുണ്ടെങ്കിലും ജോലി ചെയ്യണം. ഒരു 10 രൂപ ഒരാൾ കിട്ടുമ്പോൾ 8 രൂപയുടെ ജോലിയും ചെയ്യണം. 2 രൂപ സ്വന്തം എടുക്കാം. ഇത് എനിക്ക് എൻ്റെ അന്താജി പോലെ ഇതിൽ 10 രൂപൻ്റെ പൈസ കിട്ടുമ്പോൾ 4 രൂപൻ്റെ ജോലിയും 6 രൂപ പോക്കറ്റിലാക്കുക പോലെയാണ് എനിക്ക് കാണുന്നത്. അത് എത്ര പെട്ടെന്ന് ബ്ലോക്കിൻ്റെ ഓരോ ഓഫീസർമാർ നടപടിയെടുക്കണമെന്ന് ഞാൻ മഞ്ചേശ്വരം ജനങ്ങളുടെ പരിപാടി എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് സ്പോർട്സിനെ ലഹരിയാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ കേരള സ്പോർട്സ് ഗുഡ് ഡീലേഴ്സ് അസോസിയേഷനും കേരള പത്രപ്രവർത്തക യൂണിയനും സഹകരിച്ചുള്ള ലോകകപ്പ് വിളംബര ജാഥ പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ് പരിസരത്ത് പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്കായി ഷൂട്ടൌട്ട് മത്സരവും നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വിസിലുയരുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എങ്ങും ആവേശമുയരുന്നു. സ്പോർട്സിനെ ലഹരിയാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും കേരള പത്രപ്രവർത്തക യൂണിയനും സഹകരിച്ചുള്ള ലോകകപ്പ് വിളംബര ജാഥ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പരിസരത്ത് പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാധ്യമപ്രവർത്തകർക്കായി ഷൂട്ടൌട്ട് മത്സരവും നടത്തി.
ജില്ലാ കളക്ടർക്ക് സ്പോർട്സ് ഗുഡ് ഡീലേഴ്സ് അസോസിയേഷൻ ലോകകപ്പിന്റെ മാതൃക സമ്മാനിച്ചു. ഷൂട്ടൌട്ട് മത്സര വിജയികൾക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ രാജ്യങ്ങളുടെ പതാകകളും ജേഴ്സിയുമായി ഇഷ്ടതാരങ്ങളുടെ മുഖംമൂടി അണിഞ്ഞാണ് മാധ്യമപ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തത്. വിവിധ കേന്ദ്രങ്ങളിൽ ഫാൻസ് റാലികളും പൊതുജനങ്ങൾക്കുമായി ഷൂട്ടൌട്ട് മത്സരങ്ങളും നടത്തുന്നുണ്ട്. ചൊവ്വാഴ്ച കണ്ണൂർ ജില്ലയിലും 10-ന് കോഴിക്കോട്, 11-ന് മലപ്പുറത്തും 12-ന് പാലക്കാട് ജില്ലയിലും ജാഥ പര്യടനം നടത്തും. 13-ന് തൃശൂർ ജില്ലയിലെ പര്യടനത്തിന് ശേഷം എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ സമാപിക്കും. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പരിസരത്ത് നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് ഗുഡ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അബ്ദുൽ സമദ്, ജില്ലാ പ്രസിഡന്റ് നാസർ, സെക്രട്ടറി അൻസാരി, ജില്ലാ കമ്മിറ്റി അംഗം അജ്സാൽ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് പ്രസ് ക്ലബ്ബിൽ വരുന്നത്. മുന്നേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് സാധാരണ നടത്തുന്ന പരിപാടിയിൽ വീട്ടിലെ പ്രസ് പരിപാടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നൊരു പ്രോഗ്രാം നടത്തുന്നതിൽ സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആ ഫുട്ബോളിൻ്റെ ആവേശത്തിലോട്ട് പോവാണ്. അത് നമ്മുടെ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പ്രാക്ടീസ് പ്രോഗ്രാമായിട്ടുള്ള തൂഫാനുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നുണ്ട്. അറിയാവുന്നത് ലഹരി അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്പോർട്സ് അതുപോലത്തെ ആക്ടിവിറ്റീസിലോട്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ലയൺസ് ക്ലബ്ബും നീലേശ്വരം ക്യൂൻസ് ലയൺസ് ക്ലബ്ബും സംയുക്തമായി കോട്ടിക്കുളം ലൂംസിൽ വെച്ച് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ലയൺസ് ക്ലബ്ബും നീലേശ്വരം ക്യൂൻസ് ലയൺസ് ക്ലബ്ബും സംയുക്തമായി കോട്ടിക്കുളം ലുംസിൽ വെച്ച് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ അജാനൂർ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെ വളരെ മുക്തകണ്ഠമായി പ്രശംസിച്ചു. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ക്ലബ്ബ് നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലയൺസ് ക്ലബിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അർഹരായവർക്ക് നൽകുന്ന 100 കൃത്രിമ കാലുകൾക്കായുള്ള 5 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ വെച്ച് ക്ലബ് പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ള ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്തയ്ക്ക് കൈമാറി. കൂടാതെ ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് നൽകുന്ന വീൽചെയറുകളുടെ വിതരണോദ്ഘാടനവും നടന്നു. ഗവർണർ രവി ഗുപ്തയിൽ നിന്നും കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ അനിൽകുമാർ വാഴ്ന്നൂരടി വീൽചെയറുകൾ ഏറ്റുവാങ്ങി. യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറിമാരായ MK സുബോധ്, K രാധിക എന്നിവർ യോഗത്തിൽ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. 30 വർഷത്തെ സ്തുത്യർഹമായ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച V വേണുഗോപാലിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഭാരവാഹികളായ വിഷോബ് പനങ്ങാട്ട്, റീജ ഗുപ്ത, ജില്ലാ സെക്രട്ടറി V വേണുഗോപാൽ, റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട്, സോൺ ചെയർപേഴ്സൺ ഡോക്ടർ ശ്യാമള ബാലകൃഷ്ണൻ, മുൻ പ്രസിഡന്റ് KV സുനിൽ രാജ്, സ്ഥാപക പ്രസിഡന്റ് അഷ്റഫ്, മൂസ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ക്യൂൻസ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് PR ഉഷ സ്വാഗതവും M ഹമീദ് ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാർത്ഥികളുടെ പാട്ടും നൃത്തവുമായി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാതല ബഡ് സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വലിയപറമ്പ് ഇടയിലക്കാട്ടിൽ ശലഭോദ്യാനം ബഡ് സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ബഡ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വലിയപറമ്പ് ഇടയിലക്കാട്ടിൽ പുതുതായി പ്രവേശനം നേടിയവർ ഉൾപ്പെടെയുള്ള 25 വിദ്യാർത്ഥികളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചു. നാടൻപാട്ട് കലാകാരൻ റംഷി പട്ടുവത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും ചടങ്ങിൽ പങ്കെടുത്തവർ ഭൂരിഭാഗവും ഒരുമിച്ച് ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകാൻ കഴിയണം. ത്രിതല പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ
ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റവും നന്നായി ഒരുപക്ഷെ കാസർഗോഡ് ജില്ലക്കകത്ത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഒരധ്യാപിക എന്നുള്ളത് വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മളൊക്കെ തന്നെ പറയുക 5 കുട്ടികൾക്ക് ഒരധ്യാപിക ഉണ്ടാവണം ഇത്തരം സ്കൂളുകളിൽ എന്നുള്ളതാണ്. സർക്കാർ തലത്തിലടക്കം ഭിന്നശേഷി സൗഹൃദമായ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ MLA-യും MP-യെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, വലിയപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ BS ഷെരീഫ, N ഷീബ, KP അബ്ദുൾ ഷുക്കൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സരീന സലാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സിന്ധു, പഞ്ചായത്ത് അംഗം M ബാബു, വലിയപറമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ജിമ്മി ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി K അഷ്റഫ്, കുടുംബശ്രീ CDS അധ്യക്ഷ TP രേഷ്മ, പടന്ന CDS അധ്യക്ഷ M രതി, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ P രത്നേഷ്, K മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, കുട, നോട്ട് പുസ്തകങ്ങൾ എന്നിവയും കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജീവനം നീലേശ്വരം GLP സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ്, പടന്നക്കാട് കാർഷിക കോളേജ് NSS ടീം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആഗോള സമുദ്ര ദിനത്തോടനുബന്ധിച്ച് നീലേശ്വരം കച്ചേരിക്കടവിൽ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിച്ചു. കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ രമേശ് ഉദ്ഘാടനം ചെയ്തു. ജീവനം നീലേശ്വരം GLP സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ്, പടന്നക്കാട് കാർഷിക കോളേജ് NSS ടീം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആഗോള സമുദ്ര ദിനം ആചരിച്ചു. നീലേശ്വരം കച്ചേരി കടവിൽ നടന്ന പരിപാടി വാർഡ് കൌൺസിലർ PO രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ രമേശ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ആഗോള സമുദ്ര ദിനമാണ്. ഈ കണ്ടൽക്കാടും അതിൻ്റെ അനുബന്ധിച്ചുള്ള ജീവജാലങ്ങളും ഒക്കെ ഉള്ള ഈ കണ്ടൽക്കാടിനെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശ്രീ ദിവാകരേട്ടൻ ഒരുപാട് വർഷങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത് പരമാവധി ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ബാക്കി ദിവാകരൻ. നീലേശ്വരം GLP സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു PK സ്വാഗതം പറഞ്ഞു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ദിവാകരൻ കടിഞ്ഞുമൂല പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ അനൂപ് RL, സ്കൂൾ PTA പ്രസിഡന്റ് ദീപു MV, അധ്യാപകരായ സീമ V, അഭയ് കൃഷ്ണ, ബാബു എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും NSS വോളണ്ടിയർമാരും ചേർന്ന് 200ഓളം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് കോട്ടപ്പാറ പ്രദേശത്ത് പൊതുശ്മശാനത്തിന്റെ അലംഭാവം മൂലം പ്രയാസം അനുഭവിക്കുന്നതിനാൽ വാഴക്കോട് കേന്ദ്രമായി പൊതുശ്മശാനം അനുവദിക്കണമെന്നാവശ്യം BJP മടിക്കൈ പഞ്ചായത്ത് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. വിവിധ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് കോട്ടപ്പാറ പ്രദേശത്ത് പൊതുശ്മശാനത്തിന്റെ അലംഭാവം മൂലം പ്രയാസം അനുഭവിക്കുന്നതിനാൽ വാഴക്കോട് കേന്ദ്രമായി പൊതുശ്മശാനം അനുവദിക്കണമെന്ന് BJP മടിക്കൈ പഞ്ചായത്ത് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം BMS മേഖലാ ട്രഷറർ N നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നാം നടത്തുന്നില്ല. അങ്ങനെ നമ്മൾ ആ 8 പേരുകൾ നടത്തിയതോട് ഈ പദയാത്ര നടത്തുന്ന പ്രശ്നങ്ങളെ അത് കാണിച്ചു പറയുകയും അത് നമ്മൾ വലിയ വില വെച്ചില്ല. നമ്മൾ മുമ്പോട്ട് തന്നെ നീങ്ങി നമ്മുടെ പരിപാടി നമ്മൾ പാടുന്നത് അത് നമ്മൾ വേണ്ടിക്കൊണ്ട് ചെയ്തതാണ്. VV ഉണ്ണികൃഷ്ണൻ കുന്നത്തുമൂല അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ മുഖ്യപ്രഭാഷണം നടത്തി.
ജില്ലാ ജോയിന്റ് സെക്രട്ടറി മിനി ശ്രീനിവാസൻ, മേഖലാ പ്രസിഡന്റ് പി മണി വാഴക്കോട്, സെക്രട്ടറി കെ തമ്പാൻ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ, മോട്ടോർ മടിക്കൈ മേഖലാ പ്രസിഡന്റ് ടി ദാമോദരൻ, ജില്ലാ കമ്മിറ്റി അംഗം എൻ സുലോചന കോട്ടപ്പാറ, വാർഡ് മെമ്പർ കെ ശോഭന, BJP സംസ്ഥാന കമ്മിറ്റി അംഗം എ വേലായുധൻ, BJP മടിക്കൈ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി രതീഷ് കല്യാണം, അനീഷ് മുത്തപ്പൻതറ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പി കുമാരൻ പുളിക്കൽ സ്വാഗതവും ബാബുരാജ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി VV ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റായും അനീഷ് മുത്തപ്പൻതറയെയും VK വേലായുധൻ വാഴക്കോടിനെയും വൈസ് പ്രസിഡന്റുമാരായും പി കുമാരൻ പുളിക്കാലിനെ സെക്രട്ടറിയായും വിനീഷ് ചാപ്പയിൽ, കുമാരി കല്യാണം, ബിനീഷ് മുത്തപ്പൻതറ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ബാബുരാജ് കക്കട്ടലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 046722027070. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് CITU തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാലിക്കടവ് ടൗണിലെ പിലിക്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ഇടപെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാലിക്കടവ് ടൗണിൽ പ്രവർത്തിക്കുന്ന പിലിക്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് CITU മാർച്ച് നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടാന ആര് ഭരിക്കുന്നു നോക്കിയിട്ടല്ലല്ലോ നാട്ടിലിറങ്ങുന്നത്. ആണോ? റോഡില് കാട്ടാന ഇറങ്ങുന്നത് കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, അല്ല UDF ഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM ഭരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ കാട്ടാന വരുന്നത്. വന്യമൃഗങ്ങൾ വരുന്നില്ലേ? അതൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്രമാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭരണകൂടം ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ അബദ്ധങ്ങളാണ് പറഞ്ഞു വരുത്തിയത്. ഇപ്പൊ എന്താ? ഇപ്പൊ ആശുപത്രിയുടെ സ്ഥിതി വളരെ ശോചനീയമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോ വലിയ രീതിയിലേക്ക് ഇവർ പറഞ്ഞ എല്ലാ വാഗ്ദാനത്തിൽ നിന്നും ഇപ്പൊ പുറകോട്ട് പോവുകയാണ്. ഇപ്പൊ 19-ാം തീയതി ബഡ്ജറ്റ് വരാൻ വേണ്ടി പോവുകയാണ്. ആ ബഡ്ജറ്റിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. കാരണം ഇവരുടെ ഇപ്പൊ ഒരു ധവളപത്രം ഇറക്കിയിട്ടുണ്ടല്ലോ. ധവളപത്രത്തിൽ ഇറക്കിയപ്പോ പറഞ്ഞെന്താ? കിഫ്ബി. അതിനു മുമ്പ് കിഫ്ബി എന്ന് പറയുന്നത് വലിയ തട്ടിപ്പാണ്. ഈ കിഫ്ബിയാണ് ഈ കേരളത്തിനകത്ത് CPM-ഉം LDF-ഉം ഈ കിഫ്ബിനെ ഉപയോഗിച്ചാണ് ഇവിടെ തട്ടിപ്പ് മുഴുവൻ നടത്തുന്നത്. PA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MV ചന്ദ്രൻ, VP രാജീവൻ, TV ജയചന്ദ്രൻ, മധു കുളങ്ങര, K കനേഷ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് TV വിനോദ്,
ടി.പി. കൃഷ്ണൻ, പി.കെ. ലക്ഷ്മി, എൻ. രാധാമണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംയുക്ത സഹകരണ പദ്ധതി തിമിരമുക്ത മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കോട്ടപ്പാറയിൽ സൗജന്യ കണ്ണ് പരിശോധനയും തിമിരരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ കെ. ശോഭന ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി മിഡ് ടൗൺ പയ്യന്നൂരും ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന സംയുക്ത സഹകരണ പദ്ധതി തിമിരമുക്ത മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കോട്ടപ്പാറയിൽ സൗജന്യ കണ്ണ് പരിശോധനയും തിമിരരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ കെ. ശോഭന ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അർജുൻ ഷേനായി, പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ PRO കെ. സന്തോഷ്, CDS മെമ്പർ മിനി, പി. മനോജ് കുമാർ, ബിജി ബാബു, പി. മഹേഷ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ 2 ജില്ലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി പരിപാടി നടത്തിയാൽ നമുക്ക് ഈ നാട്ടിലെ നിർദ്ധനായ കുടുംബങ്ങൾക്ക് കാഴ്ച നൽകുവാൻ സാധിക്കുമെന്നൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് ക്ലബ് സെക്രട്ടറി PK റിനേഷ് സ്വാഗതവും C. കുമാരൻ നന്ദിയും പറഞ്ഞു. 100ഓളം പേർ പരിശോധനാ ക്യാമ്പിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GHSS പള്ളിക്കരയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഹെഡ്മാസ്റ്റർ KV സുരേഷിന് യാത്രയയപ്പ് ഒരുക്കി. സ്കൂൾ PTA-യുടെയും സ്റ്റാഫിന്റെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ഒരുക്കിയത്. GHSS പള്ളിക്കരയിലെ ഹെഡ്മാസ്റ്റർ KV സുരേഷിന് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നൊരുക്കി. 3 വർഷം മുൻപാണ് ഈ വിദ്യാലയത്തിൽ KV സുരേഷ് ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചത്. നല്ല പഠന നിലവാരവും മികച്ച അച്ചടക്കവുമാണ് ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായതെന്ന് PTA കമ്മിറ്റി വിലയിരുത്തി. തുടർച്ചയായി ഈ വിദ്യാലയത്തിന് SLC പരീക്ഷയിൽ 100% വിജയമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ വിദ്യാലയത്തിലാണ് ബേക്കൽ ഉപജില്ലാ ശാസ്ത്രോത്സവം നടന്നത്. ശാസ്ത്രോത്സവം വിജയിപ്പിക്കുന്നതിന് ഹെഡ്മാസ്റ്ററുടെയും പ്രിൻസിപ്പാളിന്റെയും സേവനം എടുത്തു പറയേണ്ടുന്നതാണെന്നും PTA ഓർമ്മപ്പെടുത്തി. PTA പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TM ഷേനുക, SMC ചെയർമാൻ സിദ്ദീഖ് പള്ളിപ്പുഴ, മുൻ PTA പ്രസിഡന്റ് MP ഷാനവാസ്, മദർ PTA പ്രസിഡന്റ് VP രജനി, വൈസ് പ്രസിഡന്റ് താഹിറ, നൌഷാദ് പൂച്ചക്കാട്, അഷ്റഫ് കല്ലിങ്കാൽ, രജനി പള്ളിക്കര, അധ്യാപകരായ V. സുലേഖ, K. സുജയ, KV ഷൈന, VM മഹേഷ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർക്കുള്ള മൊമെന്റോ PTA പ്രസിഡന്റ് കൈമാറി. ഹെഡ്മാസ്റ്റർ KV സുരേഷ് മറുപടി ഭാഷണം നടത്തി. നേരത്തെ സിദ്ദീഖ് പള്ളിപ്പുഴ പറഞ്ഞതുപോലെ നമ്മുടെ ഒരാളല്ല എങ്കിലും അത് തന്നെയാണ് എനിക്ക് കിട്ടിയ അംഗീകാരം. കാരണം ഞാൻ ഈ വിദ്യാലയത്തിനകത്ത് 2004-2005 കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് വിദ്യാലയത്തിൽ നിന്ന് 2ാമത്തെ യാത്രയപ്പം 2004-2005 കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാലയമാണിത്. അന്ന് യാതൊരു തരത്തിലുള്ള അച്ചടക്ക പ്രശ്നവുമില്ല. കാരണം അച്ചടക്ക പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള കാരണം ഇവിടുത്തെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഉണ്ടായതുകൊണ്ട് കെയർവീട്, അതായത് നമ്മുടെ രവിവർമ്മൻ മാഷ് സീനിയർ റെസിഡന്റ് ആയിട്ടുണ്ടായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞങ്ങളൊരു കുടുംബം പോലെ, അപ്പോൾ അങ്ങനെയാണ് ഷൈന ടീച്ചറെ പരിചയപ്പെടുകയും ഷൈന ടീച്ചർ തുടർന്നുള്ള ഞാനിവിടുന്ന് യാത്രയായി പോയതിനു ശേഷവും തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും സൗഹൃദം പങ്കിടുന്നതിനും ഈ വിദ്യാലയത്തിലേക്ക് വരുന്നത് വരെ ശ്രമിച്ചിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു സൗഹൃദമാണ് അന്ന് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ തമ്മിലുണ്ടായത്. അപ്പം ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് വരുന്നത് 1/6/2023 ഞാൻ 2/5/2023 ഹോസ്ദുർഗ് AU ആയിട്ടാണ് പ്രൊമോഷൻ ആയത്. ഒരു മാസക്കാലം AO പണിയെടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് രാഗം ഓർക്കസ്ട്ര 3ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ മണിത്താമര പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അകത്തും പുറത്തും നിരവധി വേദികളിൽ സംഗീതത്തിൽ ആറാടിച്ച കാഞ്ഞങ്ങാട് രാഗം ഓർക്കസ്ട്രയുടെ 3ാം വാർഷികവും കുടുംബസംഗമവും അലാമിപ്പള്ളിയിൽ വെച്ചാണ് നടന്നത്. സെക്രട്ടറി ബാബു ആവിക്കര സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് പ്രമോദ് അരയി അധ്യക്ഷത വഹിച്ചു. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം താരവും നാടൻപാട്ട് കലാകാരനുമായ മണിത്താമര പരിപാടി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് രാഗം ഓർക്കസ്ട്രയെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ട് എഴുതി കോമഡി ഉത്സവത്തിൽ വന്നു, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ രാഗം ഓർക്കസ്ട്രയിൽ എല്ലാവരും നല്ല കലാകാരന്മാരാണ്. ഇതിലുള്ള എല്ലാ പാട്ടുകാരും നല്ല പാട്ടുകാരാണ്.
ഒരു പാട്ടിനെ എങ്ങനെ എത്രത്തോളം കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നതിലാണ് മിടുക്ക് ഒരു കലാകാരൻ്റെ. നേരം പുലരുമ്പോൾ പൂത്തുവിരിയണ പൂവിലുമുണ്ടെൻ്റെ തേൻപാട്ട്, താളത്തിനൊത്ത് മേളത്തിനൊത്ത് ചെന്താമരപ്പൂവ് പൂത്തു നിന്നേ. തുടർന്ന് ഗ്രൂപ്പ് അഡ്മിൻ രാജു പർക്ലായി, ശ്രീകുമാർ എണ്ണപ്പാറ, സുരേന്ദ്രൻ കള്ളാർ, ബിന്ദു രാജൻ, രാജേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ MA മ്യൂസിക്കിൽ ഫസ്റ്റ് ക്ലാസ് വിജയം നേടിയ അഞ്ജിത രാജ്, SLC വുമൺ ചാമ്പ്യൻഷിപ്പ് വിന്നർ ലയന സുരേന്ദ്രൻ എന്നിവരെ ആദരിച്ചു. തുടർന്ന് രാഗം കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരേ ശ്രീ കാർത്തിക ചാമുണ്ഡി ദേവാലയത്തിലെ കിണറിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ തുക കൈമാറൽ ചടങ്ങ് നടന്നു. ഫണ്ട് കൈമാറൽ ചടങ്ങ് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് രക്ഷാധികാരി CH അസിനാർ ഹാജി ഫണ്ട് കൈമാറി. ശ്രീ കാർത്തിക ചാമുണ്ഡി ദേവാലയത്തിലെ കിണർ നിർമ്മാണത്തിനുള്ള കല്ലിന്റെ തുക കൈമാറൽ ചടങ്ങ് നടന്നു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് രക്ഷാധികാരി CH അസിനാർ ഹാജി ഫണ്ട് കൈമാറി. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പല സമയങ്ങളുണ്ട്. ആ സമയങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന തൃപ്തനായ ദൈവം കേൾക്കുകയും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് നമ്മുടെ നാടുകളിലും വീടുകളിലും. ഒരു വീട്ടിന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഒരു കോഴി കൂകുന്ന സമയം. അപ്പോൾ ഒരു കോഴിയും ഒരാടായാലും നമ്മുടെ വീട്ടിൽ വളർത്തൽ ഒരു ഐശ്വര്യത്തിൻ്റെ സ്ഥലമാണ്. രണ്ടാമതായിട്ട് ഒരാട്ടുകല്ല്, ഇപ്പോൾ എല്ലാവരും അമ്മി അരക്കുന്ന ആട്ടുകല്ല് എല്ലാവരും ഒഴിവായി കളഞ്ഞു. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അമ്മിയാണ്, ആ അരക്കുന്ന അമ്മിയാണ്. അതേപോലെ തന്നെ വിറകടുപ്പ് വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. അതേപോലെ തീപ്പെട്ടിക്കൊള്ളി വളരെ നിസ്സാരമായതാണെങ്കിലും ആ തീപ്പെട്ടിക്കൊള്ളിയും വേണ്ടത് വളരെ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇതൊക്കെ ഒരു വീട്ടിലുണ്ടായോ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. അതായത് റഹ്മത്തിന്റെ മലക്കെന്ന് ഞങ്ങൾ പറയും, മാലാഖമാർ ആ വീട് സന്ദർശിക്കും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ക്ഷേത്രം പ്രസിഡന്റ് CK വത്സലൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി KP ഷൺമുഖൻ സ്വാഗതം പറഞ്ഞു. K അമ്പാടി, KV ഗോകുലാനന്ദൻ, രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KP അനിൽകുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലബാർ മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ലിമിറ്റഡ് കാസർഗോഡ് ഡയറി പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം പരപ്പ ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ മിൽമ കാസർഗോഡ് ഡയറിയിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടത്തി. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം മുഖ്യാതിഥിയായ പരിപാടിയിൽ മംഗൾപാടി CDSലെ പ്രവർത്തകരും കാഞ്ഞങ്ങാട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച വിപുലമായ ക്ലാസ് എടുത്ത അബ്ദുൽ കരീം വരും തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മപ്പെടുത്തി. പരിപാടിയിൽ അജാനൂർ കൃഷിഭവനിൽ നിന്നും നൽകിയ 100 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഡയറി കോമ്പൗണ്ടിൽ അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. എനിക്ക് കെട്ടി വളർത്തുന്ന 2 പശുക്കളുണ്ടായിരുന്നു. സമയത്ത് ഞാൻ യാത്രയിലാണ്. 72 മുതൽ 82 വരെ പ്ലെയിൻ നടന്നില്ല. ദുബായ്, ബോംബെ, ചെന്നൈ, തിരുവനന്തപുരം, സ്റ്റാറ്റ്യൂട്ട്, നീലേശ്വരം എൻ്റെ നാട്ടിൽ. ഇങ്ങനെ 6 സ്ഥലത്ത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എടുക്കണം. ഓഫീസുണ്ട്. അന്ന് പോകണമെന്നില്ലാത്ത സമയത്ത് യാത്ര ചെയ്തിട്ട് തന്നെ വേണം. വിമാന കമ്പനിൻ്റെ തന്നെ എല്ലാം ഫ്രീയാണ് വിമാനത്തിൽ. അന്ന് എനിക്ക് കെട്ടി വളർത്തുന്ന 2 പശുക്കളുണ്ടായിരുന്നു. അതിന് 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു ജോലിക്കാരായിട്ട്. ഒരു പശു, ഒരു 2 വയസ്സായ ഒരു പശുക്കുട്ടി മരിച്ചു. അപ്പം എനിക്ക് ആദിവാസികളുണ്ട്, അവർക്ക് ഞാൻ 79 വീട് കെട്ടി കൊടുത്തിട്ടുണ്ട്. കുറേ കോളനിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം അവരോട് കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു. അവർ കുഴിച്ചിടാതെ കണ്ട് അറുത്തിട്ട് അതിൻ്റെ വയറിൽ ഒരു ഉണ്ടയും കൊണ്ടുവന്നു. ആ സമയത്താണ് കറിയുപ്പ്, സോൾട്ട്, പ്ലാസ്റ്റിക് ബാഗിൽ ആദ്യമായിട്ട് വന്ന്. ആ സമയത്താണ് എനിക്കൊരു തോട്ടമുണ്ട്. വേറെ ഈ കാട് കൂടാതെ കണ്ട് നല്ലൊരു തോട്ടമുണ്ട്. 2000 മനോരമയുടെ കർഷകശ്രീ അവാർഡ് തിരഞ്ഞെടുത്ത അവാർഡ്. അത് നോക്കുമ്പോൾ ആ കറിയുപ്പ് തെങ്ങിനിട്ടിട്ട് ആ പ്ലാസ്റ്റിക് ഇത് തിന്നു. ഇതാണ് കാരണം. ചടങ്ങിൽ ഡയറി മാനേജർ
സ്വീറ്റി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡയറിയിലെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ വിനോജ് ഇ.കെ. സ്വാഗതം പറഞ്ഞു. ഡയറി INTUC സെക്രട്ടറി തമ്പാൻ കെ, CITU സെക്രട്ടറി രാഘവൻ സി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്പെഷ്യൽ ട്രേഡ് ടെക്നീഷ്യൻ ടോമി ഫിലിപ്പ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സക്ഷമ ജില്ലാ സമിതിയുടെ ദിവ്യാംഗ സേവാ കേന്ദ്രം മാവുങ്കാലിൽ രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ നേരിട്ട് ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി സഹായ കേന്ദ്രം മാവുങ്കാലിൽ സക്ഷമ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി. സമൂഹത്തിൽ നമുക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാൻ ഇടയാകുന്ന രീതിയിൽ വലിയൊരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യണം. ആ സംഘാടക സമിതി നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്താൽ തീർച്ചയായിട്ടും ആ നിലയ്ക്ക് ആ പരിപാടിയുടെ ഭാഗമാകാൻ ഞാൻ ശ്രമിക്കുന്നതാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഞാനും സക്ഷമയിലെ ഒരു അംഗമാണ്. ആ നിലയ്ക്ക് പലപ്പോഴും ഈ ദിവ്യാംഗ സഹോദരന്മാർ, ദിവ്യാംഗൻ എന്നൊരു പേര് ആരാണ് ഈ വിഭാഗത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകിയത് നമുക്കെല്ലാവർക്കും പറയാം. ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അതുവരെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ സഹോദരങ്ങളെ മറ്റു പല പേരുകളിൽ വിശേഷിപ്പിക്കുമ്പോൾ സ്വാഗത സംഘം വൈസ് ചെയർമാൻ KV ഗണേശൻ അധ്യക്ഷത വഹിച്ചു. സക്ഷമ കോഴിക്കോട് മേഖലാ സെക്രട്ടറി CC ഭാസ്കരൻ ആമുഖ ഭാഷണം നടത്തി. ജില്ലാ അധ്യക്ഷൻ രവീന്ദ്രൻ നായർ സംഘടനാ പരിചയം നടത്തി. ഉണ്ണികൃഷ്ണൻ P, സേവാഭാരതി കാഞ്ഞങ്ങാട് സെക്രട്ടറി രാധാകൃഷ്ണൻ V, TV ഭാസ്കരൻ, രഘുനാഥ് R, സേവാ കേന്ദ്രം കോർഡിനേറ്റർ കൃഷ്ണകുമാർ നീലേശ്വരം, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ബാബുരാജ്, സജി കുന്നുമ്മൽ, അർജുൻ യോഗി എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ രാജൻ V സ്വാഗതവും സക്ഷമ ജില്ലാ സെക്രട്ടറി രതീഷ് PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാനിടയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുവാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കാസർഗോഡ് കനത്ത മഴയിൽ റോഡിൽ വിള്ളൽ. പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിലാണ് സംഭവം. 30 മീറ്റർ നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. കാസർഗോഡ് ഓപ്പറേഷൻ തൂഫാനിലൂടെ വീണ്ടും വൻ ലഹരിവേട്ട. 45 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. കസബ SD റോഡ് പള്ളം ബൈത്തുൽ നൂർ വീട്ടിൽ അബ്ദുൾ നാസിറാണ് അറസ്റ്റിലായത്. ഇന്ധനവില വർധനവിനെതിരെ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടച്ചേരി പെട്രോൾ പമ്പ് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിച്ചു. വൈവിധ്യ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമായി ചക്ക ഫെസ്റ്റ് ശ്രദ്ധേയമായി. മടിക്കൈ രാസവള വില വർധനം പിൻവലിച്ച് രാസവള ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നാവശ്യം. കർഷക സംഘം നീലേശ്വരം ഏരിയ സമ്മേളനം നടന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 14 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ്, ഇന്റർലോക്ക്, ഡ്രെയിനേജ് എന്നിവയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയെന്ന് ആക്ഷേപം. നിർമ്മാണം പൂർത്തിയായി 6 മാസം പിന്നിടുമ്പോഴേക്കും റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് സ്പോർട്സിനെ ലഹരിയാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഓൾ കേരള സ്പോർട്സ് ഗൂഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും കേരള പത്രപ്രവർത്തക യൂണിയനും സഹകരിച്ചുള്ള ലോകകപ്പ് വിളംബര ജാഥ പ്രയാണം ആരംഭിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.